ഇസ്ലാമിയും ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാബരി മസ്ജിദ് കാലം ഓർത്താൽ മതി. ബാബരി മസ്ജിദ് കാലത്ത് അവരെയൊക്കെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ലീഗിനെതിരായി ഒരേ വേദിയിൽ അണിനിരത്തി LDF നടന്നിട്ടുണ്ട്. പൊന്നാനിയിൽ ഈ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അവിടെ പോയി ഒക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാലത്ത് അവരോടൊക്കെ പരസ്യമായി സഖ്യം ചെയ്ത പാരമ്പര്യമുള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ലീഗിനെതിരായി അവസരം വന്നപ്പോൾ ഇവരൊക്കെ കൂട്ടി വലിയ ശ്രമം നടത്തിയതാണ്. ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഒരേ വേദിയിൽ രണ്ടു കൂട്ടർക്കും ഒരേ വേദിയായിരുന്നു. ഒരു ദിവസം ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയാണെങ്കിൽ പിറ്റേന്ന് ഇവരെല്ലാവരും കൂടിയുള്ള ഒന്നിച്ചുള്ള പരിപാടി. വേദി പൊളിക്കാറുണ്ടായിരുന്നില്ല. അധിക ചെലവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ വേദിയിലാണ് ദീർഘകാലം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചെയ്യുക. വർഗീയത ഒരിക്കലും ലീഗിൽ എടുക്കാൻ പറ്റില്ല. വർഗീയ സമീപനം എടുക്കുന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സമീപനമൊക്കെ അവർ നേരത്തെ എടുത്ത കഥയാണ് കേരളം കണ്ടിട്ടുള്ളത്. ഞങ്ങളൊരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല.